ഇന്നത്തെ പോർച്ചുഗലിന്റെ കളി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്റെ ഉള്ളിൽ തന്നെ എന്നോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത്രയും മികച്ചൊരു സ്ക്വാഡ് വെച്ചിട്ട് ഈ ടീം എങ്ങനെ ഇങ്ങനെ കളിക്കണേന്ന്. കാരണം കളി തുടങ്ങി 6-ാം മിനിറ്റിൽ ഫസ്റ്റ് ഗോൾ വീണു. ജവനബസ് ഫസ്റ്റ് ഗോൾ അടിച്ചു. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഈ കളി ഇന്നൊരു 3-0 അല്ലെങ്കിൽ ഒരു 4-0 ആ റേഞ്ചിലേക്കൊക്കെ പോകുന്ന നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ പിന്നെ എന്താ നടന്നതെന്ന് ആരോടൊപ്പം ചോദിക്കുക. ഒരു ടൈമിൽ ക്രിസ്ത്യാനോ സെൻട്രൽ വരെ വന്നിട്ട് ബോൾ ചോദിക്കുക. എല്ലാരും പറയുന്നുണ്ട് ക്രിസ്ത്യാനോ ഗോൾ അടിച്ചില്ല, ക്രിസ്ത്യാനോക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ച് ആൾക്കാരുടെ ജോലി ചെയ്യണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആൾക്ക് ഗോൾ അടിക്കണമെന്ന് വെച്ചാൽ, ഗോൾ സ്കോർ ചെയ്യണമെന്ന് വെച്ചാൽ ആൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ബോൾ ആളുടെ കൈക്ക് എത്തണം. നല്ല നല്ല അപകടകരമായ ക്രോസുകൾ വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ത്രൂ ബോൾ, ഇതൊന്നും ഇല്ല കളിയിലില്ല. ആ ഫസ്റ്റ് ഗോൾ കഴിഞ്ഞതിന് ശേഷം ഇവര് കളിച്ചു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവര് ഫ്രണ്ടിക്ക് പോകാൻ അറ്റാക്ക് ചെയ്ത് ഫ്രണ്ടിക്ക് കളിക്കുന്നതിന് പകരം ബാക്കോട്ടാന്ന് തോന്നുന്നു കളിക്കണേ. എങ്ങനെ ബോൾ ഇട്ട് പോയാലും സെന്റർ എത്തുമ്പോൾ വീണ്ടും കറങ്ങി ബോൾ ഇങ്ങോട്ട് തന്നെ വരാം. എന്താ പറയണ്ടേന്ന് അറിയണില്ല. കാരണം ഇത്രയും കിഡിലെ മിഡ്ഫീൽഡേഴ്സ്, ഇത്രയും ക്ലബുകളിലൊക്കെ കളിച്ച് കപ്പടിച്ചു വന്ന കിഡിലെ മിഡ്ഫീൽഡേഴ്സ് ഉള്ള ഒരു ടീമിന്റെ അവസ്ഥയാണ്. ഡിഫൻഡർമാരാണെങ്കിലും മിഡ് സ്ട്രൈക്കർ എല്ലാവരും നല്ല ഫോമിലും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര വലിയ ടീമായാലും ഇവർ തമ്മിലൊരു നല്ലൊരു കണക്ഷൻ, ഒരു ബോണ്ട് വേണം. അത് ഇന്നത്തെ കളിയിൽ കണ്ടിട്ടില്ല കേട്ടോ. കാരണം റൊണാൾഡോയ്ക്ക് ബോൾ കിട്ടിയിട്ട് റൊണാൾഡോ പാസ് കൊടുക്കാണ്, അതിനുശേഷം ആ ചങ്ങായിക്ക് ബോൾ തിരിച്ച് ഇവർ കൊടുക്കണില്ല. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും. പിന്നെ കിട്ടി ലാസ്റ്റ് ഒരു 80-ാം മിനിറ്റിൽ 90-ാം മിനിറ്റ് ഒക്കെ ആയപ്പോൾ 2 ക്രോസ് കൊടുത്തിക്കണം. പക്ഷെ അത് ആൾക്ക് ആ നേരത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രഷറിൽ നിൽക്കുന്ന സമയം, അപ്പൊ അത് കറക്റ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അത് ആളുടെ മുഖത്തും കാണാനുണ്ടായിരുന്നു. മിസ്സായതിനു ശേഷം ആ കാണുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു വിഷമം വരുന്നുണ്ടാവും. എന്നാൽ ലാസ്റ്റ് വേൾഡ് കപ്പ് അങ്ങനെ കളിക്കണേ. ഇന്നലെ മെസ്സിയും എംബാപ്പയ്ക്ക് ഗോൾ അടിച്ചപ്പോൾ ഇന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്ന് റൊണാൾഡോ നല്ല സ്കോർ ചെയ്യുന്നു, നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ മത്സരം കണ്ടതിന് ശേഷം ഭയങ്കര ഇതായിട്ടാണ്. പിന്നെ എന്താ പറയാ, റൊണാൾഡോയുടെ കൂടെ കുറെ കാലം കളിച്ചൊരു പ്ലെയറാണ് ഫെലിക്സ്. ആ ഫെലിക്സിനൊന്നും ഇറക്കിയിട്ടേ ഇല്ല ഇന്നത്തെ കളിയിൽ. അപ്പൊ അതൊക്കെ നോക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കോൺഗോ എന്ന് പറഞ്ഞ ടീം കിട്ടില്ലതായി കളിച്ചു. അവരെ ഫസ്റ്റ് വേൾഡ് കപ്പാ. പക്ഷെ കളി കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നില്ല. എന്താ ഡിഫെൻഡിങ് ഇപ്പോ എന്താ പറയാ, ഇവരെ ബോക്സിക്ക് ബോളും കൊണ്ട് ഇവര് സെൻട്രിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു ത്രൂ ബോൾ വെച്ചിട്ടോ ഒന്നും ഉള്ളി കയറണില്ല. ഇവരെപ്പോഴും വിങ് ഇതിലേ മാത്രം ബോൾ ഓടിനുള്ളൂ. പക്ഷെ അതൊക്കെ അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് ഇവര് വിട്ടിട്ടുണ്ട് കോൺഗോ. അത് പിന്നെ അറ്റാക്കിങ് ആയാലും കൗണ്ടർ അറ്റാക്കിംഗ് ആയിരുന്നു നടത്തിയിരുന്നത്. അവരെ ഫ്രണ്ടിൽ കളിച്ചിരുന്ന സ്ട്രൈക്കറൊക്കെ ബോൾ കിട്ടിയ പിന്നെ ചങ്ങായിനെ കാണാം പോർച്ചുഗലിന്റെ അമ്മാതിരി ഭയങ്കര സ്പീഡ് കളിയായിരുന്നു കേട്ടോ അവർ കളിച്ചിരുന്നത്. കോൺഗോ അടിപൊളിയായി കളിച്ചവരൊന്നും പറയാനില്ല. പിന്നെ ഈ ഒരു ടീം മീൻസ് ഇത്ര ഒരു ടീം വെച്ചിട്ട് ഒന്നും ഇന്നത്തെ കളി ചെയ്യാൻ പറ്റിയില്ല. ഇതേപോലെയാണ് അടുത്ത കളി കളിക്കണേന്ന് വെച്ചാൽ പോർച്ചുഗലിന്റെ അവസ്ഥ ഭയങ്കര ചിലപ്പോ അടുത്ത സ്റ്റേജിലേക്ക് പോവായിരിക്കും. കാരണം 3 ടീമിനെ സെലക്ട് ചെയ്യണോണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോവായിരിക്കും. പക്ഷെ ഇന്ന് സുഖമായിട്ടൊരു 3 പോയിന്റ് എടുക്കാൻ പറ്റിയ ഒരു കളിയായിരുന്നു. അതാണ് കൊണ്ട് നശിപ്പിച്ചത്. ഒരു പോർച്ചുഗൽ ആരാധകൻ, ഒരു ഫാൻ എന്നൊക്കെ നിലയിൽ എത്രമാത്രം വിഷമമുണ്ടെന്ന് പറയാം. കാരണം ഈ കളിക്ക് നമ്മൾ അത്രയും കാത്തിരുന്ന് കണ്ട കളിയാണ്. നല്ലൊരു റിസൾട്ടും ഒക്കെ ആ ഗോളൊക്കെ കണ്ടപ്പോൾ ശരിക്കും വിശ്വസിച്ചു ഇന്ന് നമ്മുടെ ദിവസമാണ്. പക്ഷെ കളി കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി. ഇപ്പോഴും ഉള്ളിലൊരു വിശ്വാസമുണ്ട്, ഇവിടെ ഒരു വിശ്വാസമുണ്ട്. നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരാൻ പറ്റും പോർച്ചുഗലിന്. അപ്പൊ അടുത്ത കളിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതുപോലെ തന്നെ പോയാൽ എവിടെ എത്തൂല.